ഹലോ ഗൈസ്, ഞാൻ സുമി. ഞാനൊരു പുതിയ യൂട്യൂബറാണ്. എനിക്ക് ഈയിടെയായിട്ട് ഇത് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ എഡിറ്റിംഗ് ഓപ്ഷനിൽ റിലേറ്റഡ് വീഡിയോ എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഷോർട്സിൻ്റെ അടിയിൽ നമുക്ക് ഇത് ലിങ്ക് വെച്ചിട്ട് നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമ്മുടെ ഷോർട്സിൻ്റെ അടിയിൽ ആ ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് നേരെ ഡയറക്റ്റ് നമ്മുടെ വീഡിയോ വേറെ മറ്റ് വീഡിയോസിൽ പോവുകയും അതിൻ്റെ ലിങ്ക് ഇവിടെ അത് മറ്റുള്ളവർക്ക് കാണാനും കഴിയുന്നു. പക്ഷേ എനിക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും വെരിഫിക്കേഷനാണ് കാണുന്നത്. വെരിഫിക്കേഷൻ 3 ഓപ്ഷൻ വരുന്ന ഒരു വെരിഫിക്കേഷനാണ് കാണുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ ഞാൻ ID വെരിഫിക്കേഷൻ കൊടുത്ത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് നേരെ പോയത് ഒരു സ്കാനറിലോട്ടാണ്. പിന്നെ ഇത് ഓപ്ഷൻസ് ഒക്കെ ഓണാക്കി ഓഫാക്കി നോക്കി ഞാൻ തന്നെ കണ്ടുപിടിച്ചു. എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും ഞാൻ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ എടുത്തു വെച്ചു. ഇനിയുള്ള പുതിയ യൂട്യൂബേഴ്സിന് അത് പ്രയോജനമാവട്ടെ എന്ന് കരുതി ഞാൻ എടുത്തു വെച്ചു. ഞാൻ കുറേ ഓടി. ഇനി നിങ്ങളായിട്ട് അങ്ങനെ ഓടാൻ നിൽക്കേണ്ട. അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ വരുന്നെങ്കിൽ പെട്ടെന്ന് ഇത് കണ്ടിട്ട് ചെയ്യാമല്ലോ. ഇതൊരു ടെക് ചാനലൊന്നും അല്ല, സാധാ എന്റർടൈൻമെന്റ് ചാനലാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക. നമ്മൾ അപ്ലോഡായ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക. അതിൽ ഏറ്റവും മുകളിലായിട്ട് 3 ഓപ്ഷൻ കാണും. അതിൽ എഡിറ്റ് ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. നമുക്ക് കൊടുക്കേണ്ടത് എഡിറ്റ് ഓപ്ഷനാണ്. എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അതിൽ ഈ 4ാമത് കിടക്കുന്ന റിലേറ്റഡ് വീഡിയോ എന്ന ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അത് റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഷോർട്ടുമായിട്ട് നമുക്ക് ഏതെങ്കിലും വീഡിയോ റിലേറ്റ് ചെയ്ത് താഴെ പിൻ ചെയ്ത് ലിങ്ക് കൊടുക്കണമെങ്കിലാണ് റിലേറ്റഡ് വീഡിയോ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ റിലേറ്റഡ് വീഡിയോ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ ബാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതിലോട്ട് അത് പോകുന്നില്ല, ഓപ്പൺ ആവുന്നില്ല. അതിന് പകരം ഇതുപോലെ ഒരു വെരിഫിക്കേഷൻ പേജാണ് എനിക്ക് വരുന്നത്. അതായത് ഈ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വീഡിയോ എൻ്റെ ഷോർട്ടിൻ്റെ അടിയിലായിട്ട് പിൻ ചെയ്ത് എൻ്റെ ലിങ്ക് പിൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ 3 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടേക്ക് എ 6 സെക്കൻഡ് വീഡിയോ ഓഫ് യുവർ സെൽഫ്, ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ ID, ബിൽഡ് ഹിസ്റ്ററി ആസ് യു ഗ്രോ. ഓക്കെ, 3 ഓപ്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് 6 സെക്കൻഡ് വീഡിയോ ഇത് എടുക്കണം. അത് കഴിഞ്ഞ് ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ ID. അത് കഴിഞ്ഞ് ബിൽഡ് ഹിസ്റ്ററി ആസ് യു ഗ്രോ. അതായത് അത് നമുക്ക് പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ, അതായത് ബിഗിനേഴ്സ് ആണെങ്കിൽ, തുടങ്ങിയിട്ട് 1 മാസത്തിനകത്തായിട്ടുള്ളൂ, 2 മാസമൊന്നും ആയിട്ടില്ല. അതായത് അങ്ങനെയുള്ള ന്യൂ ബിഗിനേഴ്സിനാണ് ഈ 3ാമത്തത് കൊടുക്കാൻ, അവർക്ക് 3ാമത്തത് കൊടുക്കാൻ പറ്റില്ല. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങി 2 മാസമെങ്കിലും കഴിഞ്ഞവർക്ക്, അതായത് 2 മാസത്തെ ഹിസ്റ്ററി വേണം ഈ 3ാമത്തെ ബിൽഡ് ഹിസ്റ്ററി ആസ് യു ഗ്രോ കൊടുക്കാൻ. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് വലിയ ഇതൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ ID ആണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അത് കൊടുത്തു. അത് കഴിഞ്ഞ് എന്താ കൊടുക്കാൻ പോകുന്നത്? അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു QR കോഡാണ് വരുന്നത്. ഈ QR കോഡിൽ ഓപ്പൺ യുവർ ഫോൺസ് ക്യാമറ ആപ്പ് ആൻഡ് ഫോക്കസ് ഓൺ ദിസ് കോഡ് ടു ഓട്ടോമാറ്റിക്കലി സ്കാൻ ഇറ്റ്. അതായത് എൻ്റെ ക്യാമറയിൽ സ്കാൻ ചെയ്യാനാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഫോണിലെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിന് സ്കാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് പറ്റിയില്ല, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവിടെ ഈ മുകളിലത്തെ 3 ഡോട്ടില്ലേ, ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓണായി കിടക്കുന്നത് കാണാം. അതിനെ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫർദർ പ്രൊസീജിയർ ഉടനെ വരും. അതെ, വന്നിട്ടുണ്ട്. അതിൽ 1ാമത്തെ ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ ID, അതായത് നമ്മുടെ ID കാർഡിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. കൺഫേം യുവർ ഇൻഫർമേഷൻ, അതായത് കൺഫേം യുവർ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ക്ലിയർ ആയിട്ട് ID കാർഡിലുള്ളതുപോലെ അടിച്ചു കൊടുക്കുക. ഇത്രയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു.
നെക്സ്റ്റ് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ചൂസ് ആൻഡ് ID ടൈപ്പ്, ഏത് ID ആണ് നിങ്ങൾ കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടർ ID അല്ലേ. ഇവിടെ ഈ 4 ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ ആധാർ ID ഇല്ല കേട്ടോ, അത് ഭാഗ്യമായി. ഇല്ലെങ്കിൽ നമ്മളെ ഫോട്ടോയൊക്കെ കണ്ട് യൂട്യൂബ് പൊട്ടിത്തെറിച്ച് പോയനല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഓപ്ഷനാണുള്ളത്. അതിൽ പാൻ കാർഡുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പാസ്പോർട്ടുണ്ട്, വോട്ടർ കാർഡുണ്ട്. അപ്പോൾ ഞാൻ വോട്ടർ ID ആണ് ചൂസ് ചെയ്തത്. അതെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് പ്രൊസീജിയറൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, I എഗ്രി കൊടുക്കണം. അപ്പോഴത്തേക്കും ഇവിടെ ഒരു സ്കാൻ ചെയ്യുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ നമ്മൾ എൻ്റെ വോട്ടർ ID കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഫോട്ടോ എടുക്കുക. ID അപ്ലോഡ് ഉണ്ട് കേട്ടോ. അത് നെക്സ്റ്റ് എനിക്ക് വന്നത്, അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആയത് ഇതാണ്. എനിക്ക് നമ്മൾ രണ്ടാമത് കണ്ടില്ലേ ഓപ്ഷൻ, പേരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. അതെ, യുവർ ID ഈസ് ഇൻ റിവ്യൂ. അങ്ങനെ നമ്മൾ ഈ കടമ്പ ചാടിക്കിടന്നിരിക്കുകയാണ്. താങ്ക്സ് ഫോർ സബ്മിറ്റിംഗ് യുവർ ID. ഗൂഗിൾ നൗ നീഡ്സ് ടു റിവ്യൂ യുവർ ID. ദിസ് മേ ടേക്ക് അപ് ടു 24 hours. ഒക്കെ 24 മണിക്കൂറിനുള്ളിൽ ഇത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് മെസ്സേജ് വരും, ഇത് വെരിഫിക്കേഷൻ അപ്രൂവ്ഡ് ആയോ ഇല്ലയോ എന്ന്.